നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ച്, അതും കേന്ദ്ര സർക്കാർ നേരിട്ട് ശക്തമായി ഇടപെട്ടത് കാരണം. ആരാ പറഞ്ഞെന്നറിയണ്ടേ? കേട്ടുനോക്ക്. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഈ വധശിക്ഷ നീട്ടിവെച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന് അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും സൗദി യമൻ ഭരണകൂടങ്ങൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചു, അതായത് എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ സ്വഭാവം കാണിക്കുന്ന ചിലർ ഉണ്ട്. കാന്തപുരം എപി അബൂബക്കർ മുസല്യാറിൻ്റെ ഇടപെടൽ കൊണ്ടാണിപ്പോൾ വധശിക്ഷ നീട്ടിവെച്ചത് എന്ന തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. അതല്ല സത്യം, അതല്ല വസ്തുത എന്ന് സാമുവൽ ജെറോം, യമനിലിരിക്കുന്ന സാമുവൽ ജെറോം എടുത്ത് പറഞ്ഞിരിക്കുന്നു. നന്ദഗോപൻ വിശദാംശങ്ങൾ. കേട്ടോ, കോട്ട് സൂട്ട് ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ വേറെ ഊളയാ എന്ന് പറഞ്ഞതുപോലെ കോട്ട് സൂട്ടേ ഉള്ളൂ, തലക്കകത്തൊന്നുമില്ല. എല്ലാവരും ചോദിക്കുന്ന പോലെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ജനിക്കുമ്പോഴേ പൊട്ടന്മാരായിട്ടാണോ ജനിക്കുന്നത്, അതോ സംഘിശാഖയിൽ ചേർന്നതിന് ശേഷമാണോ പൊട്ടന്മാരാകുന്നത്? നിങ്ങൾക്ക് പറ്റിയ പണിയാണോ ഈ മാധ്യമധർമ്മം? അതൊക്കെ സത്യസന്ധമായിട്ടുള്ളവർക്ക് മാത്രം പറ്റിയ പണിയാ. നിങ്ങൾക്ക് പറ്റിയ പണി എന്ന് പറഞ്ഞാൽ ഗോമൂത്രം ചെറിയ ചെറിയ കുപ്പികളിലാക്കി അത് ഓരോ കുപ്പിയും 50 രൂപ വെച്ച് തെരുവോരകളിൽ കൊണ്ടുവന്ന് വിൽക്കുക. നിങ്ങൾക്കൊക്കെ പറ്റിയ പണി അതാണ്. അല്ലാതെ ഇവിടെ വന്നിരുന്ന് വിടുവായിത്തവും ഇങ്ങനെ വിവരക്കേടും പറഞ്ഞ് വീട്ടിൽ ഇരിക്കുന്ന മാതാപിതാക്കളെ എന്തിനാ ഡെയിലി ഇങ്ങനെ തന്തയ്ക്കുള്ളിൽ തള്ളക്കും വിളി കേൾപ്പിക്കുന്നത്? ആ പാവങ്ങൾ എന്ത് തെറ്റിയത്? എത്രമാത്രം തെറിവിളി ഒരു ദിവസം ഈ പുന്നാരമോൻ കാരണം കേൾക്കുന്നത്. രാവിലെ ഇറങ്ങി ചാണകവും തീട്ടവും കൂടി മിക്സ് ചെയ്ത് അത് വാരി കഴിച്ച് അതുപോലുള്ള കുറെ വാർത്തകളുമായി സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ബളുബളാന്ന് സംസാരിക്കും. അത് കേൾക്കാനായി അതിൽ സത്യമുണ്ടോ കള്ളമാണോ എന്നൊന്നും അന്വേഷിക്കാതെ കുറെ സംഖ്യകൾ വന്നിരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്ന് ലൈക്കും ചെയ്യും, കമന്റും ഇടും. അത് കേട്ട് അത് കണ്ടിട്ട് ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞ് കൊണ്ടു കിടക്കുന്ന കുറെ ഊളന്മാര്. വിവരമില്ലായ്മ ഒരു തെറ്റല്ലടോ, പക്ഷെ അതൊരു അലങ്കാരമായൊക്കെ കൊണ്ടു നടക്കും എന്ന് പറയുമ്പോ അത്തിരി മോശമല്ലേ? പിന്നെ ഇയാളെ ആരറിയാനാ? കേരളത്തിലെ ഇട്ടാവട്ടത്തില് 10 സംഖ്യകൾ ഇയാളെ അറിയും, അല്ല പുറം ലോകത്ത് ആരാ ഇയാളെ അറിയുന്നത്? എപി അബൂബക്കർ ഉസ്താദ് എന്ന് പറഞ്ഞ മഹാപണ്ഡിതനെ ലോകം മുഴുവനും അറിയാവുന്ന വ്യക്തിയാണ്. ലോകം മുഴുവനും വാഴ്ത്തപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ 7 അയലത്ത് പോയി നിൽക്കാനുള്ള യോഗ്യത ഇയാൾക്കുണ്ടോ? അദ്ദേഹത്തിന്റെ ആ പേര് പറയാനുള്ള യോഗ്യത തന്റെ തീട്ടം തുപ്പുന്ന നാവിനുണ്ടോ? തീട്ടം ഇസ്ലാമിൽ ഹറാമാ, അതുപോലും ചിന്തിക്കാൻ കഴിവില്ലേ? പിന്നെ നിമിഷപ്രിയയുടെ വധക്കേസുമായി ബന്ധപ്പെട്ട് കോടതി വളരെ ശക്തമായിട്ട് തന്നെ കേന്ദ്രത്തിനോട് ചോദിച്ചതാണ്. കേന്ദ്രവും തിരിച്ചും വളരെ ശക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇയാളൊക്കെ ഇതൊന്നും കേൾക്കാത്തതുപോലെ കേൾക്കാത്തതാണോ അതോ കേൾക്കാത്തതുപോലെ അഭിനയിക്കുകയാണോ എന്ന് നമുക്കറിയില്ല. വേറെ എന്തോ പൊന്നുമോൻ പറഞ്ഞല്ലോ, എന്തോ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവമുള്ള ചിലർ. അതെ, തീർച്ചയായിട്ടും പറയണം. അങ്ങനെയല്ല പറയണ്ടത്, എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവമുള്ള ചിലർ എന്നല്ല, എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവമുള്ള ഞങ്ങളും ഞങ്ങളുടെ ചാണകം തിന്നുന്ന കുറെ സംഖ്യകളും. അങ്ങനെ അഭിമാനത്തോട് പറയാം. എന്തിന് ഇത്ര നാണോ? അങ്ങോട്ട് പറയുന്നേ. വേറെ ഒന്നുകൂടി പറഞ്ഞല്ലോ, നമ്മുടെ നന്ദഗോപന്റെ വിശദാംശം. നമുക്ക് ആ വിശദാംശം കൂടി ഒന്ന് കേട്ടു നോക്കാം. കേട്ടു നോക്കാം. കൂടത്തിൻ്റെതായിട്ടുള്ള ഒരു കത്ത് പുറത്തു വന്നിട്ടുണ്ട്. ആ കത്തിൽ കാര്യങ്ങൾ വ്യക്തമാണ്. അതിൽ സൂചിപ്പിക്കുന്നത് ഈ യമൻ പൗരനെ വധിച്ചതുമായി ബന്ധപ്പെട്ട് യമനിലെ ജയിലിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം, ആ കത്ത് ആരാണ് അയച്ചത്, ആർക്കാണ് അയച്ചത് എന്നുള്ള കാര്യം വ്യക്തമല്ല. അതേസമയം യമൻ ഭരണകൂടത്തിൻ്റെതായിട്ടുള്ള കത്താണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാര്യങ്ങളൊക്കെ തന്നെ രഹസ്യമായി കേന്ദ്ര സർക്കാരായിരുന്നു മുന്നോട്ട് നീക്കിയത് എന്നുള്ളത്. അതായത് ഈ അവകാശപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ചില മാധ്യമങ്ങളിൽ കൂടി അവകാശപ്പെടുന്നത് പോലെ കാന്തപുരം അല്ല ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വ്യക്തമാക്കുന്നതാണ്. മറിച്ച് ഏതെങ്കിലും തരത്തിൽ ഇതിൽ കാന്തപുരത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ കാന്തപുരത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ചർച്ചകൾ പുരോഗമിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ആ കത്തിൽ കാന്തപുരത്തിനെ അഡ്രസ്സ് ചെയ്തായിരിക്കണം ആ ലെറ്റർ എത്തേണ്ടിയിരുന്നത്. എന്നാൽ അത്തരത്തിലൊരു കത്തല്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മറിച്ച് ഈ വിഷയവുമായി ഇത് പിന്നെ ഇങ്ങനല്ലേ വരുള്ളൂ. നേരത്തെ കണ്ട വീഡിയോ ഇല്ലേ, ആ വീഡിയോയിൽ കാണിച്ച ആളുടെ വിസർജി തിന്നുന്ന ആളല്ലേ, അപ്പൊ ആ ഗുണമല്ലേ കാണിക്കുള്ളൂ. പിന്നെ ഇടയ്ക്കൊന്ന് പറഞ്ഞില്ല ഒരു കത്തിന്റെ കാര്യം. ആ കത്ത് എവിടെയാ വന്നതെന്ന് എന്താ അറിയാൻ പറ്റാതെ പോയത്? അതോ അത് അറിഞ്ഞിട്ടും പറയാത്തതാണോ? അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം. അത് കാന്തപുരം ഉസ്താദിന്റെ പേരില് മർക്കസിൽ വന്ന കത്താണ്. അല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ആണെന്ന് ഞങ്ങൾ തെളിയിച്ചു തരാം.
നിങ്ങൾക്കൊക്കെ ഈ പണി നിർത്തി വേറെ എന്തെങ്കിലും പണി പോയിക്കൂടെ? സാധാരണക്കാരായ സംഘികളോട് സ്നേഹത്തോടെ ഒരു കാര്യം പറയുക. ഇയാളെ പോലുള്ള നേതാക്കളായ സംഘികളും പിന്നെ വേറെ എടുത്തുകൊണ്ടല്ലോ ഒരു എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പൊട്ടൻ, എന്തോ അവന്റെ പേരെന്താ, ഒരു കണ്ണാടിയൊക്കെ വെച്ച് തലേ മുടി കുറവുള്ള ഒരു ചെകുത്താന്റെ രൂപമുള്ള ഒരാള്, ഹാർപ്പിക് ഹുസൈൻ, അവനെ പോലും ഇയാളെ പോലുള്ളവരും ഇതുപോലെ എന്തെങ്കിലും മണ്ടത്തരവും വിവരക്കേടും വന്ന് സോഷ്യൽ മീഡിയ പറയും. അത് കാണാൻ നിങ്ങളെപ്പോലുള്ള കുറെ സാധാരണക്കാരായ സംഖ്യകൾ വന്ന് ലൈക്കും കമന്റും ഒക്കെ കൊടുക്കും. അത് കണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവരൊക്കെ കോടീശ്വര പ്രഭുക്കളും ലക്ഷറി കാറുകളും ലക്ഷറി ഹോട്ടലുകളും ലക്ഷറി വീടുകളിലും താമസിക്കുന്നു. സാധാരണക്കാരായ സംഖ്യകൾക്ക് എന്താണ് ഇതേ കൊണ്ട് കിട്ടിയത്? അതെങ്കിലും ഒന്ന് ചിന്തിക്കുക. ഇനിയെങ്കിലും ആ വള്ളി ട്രൗസർ കോലും മാറ്റി വെച്ചിട്ട് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ഇപ്പൊ മനസ്സിലാവും. കേരളത്തിലെ സംഖ്യകൾ കരച്ചിലോട് കരച്ചില്ല. ആ നിമിഷപ്രിയ ഇനിയെങ്ങാനും കേരളത്തിന്റെ മണ്ണിൽ ജീവനോടെ വന്ന് ഇറങ്ങിയാല് ഇനി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിപ്പിച്ച് എങ്ങനെ അവര് ചോര കുടിക്കുക? അത് മാത്രമോ, അന്യമതസ്ഥരെ എവിടെ വെച്ച് കണ്ടാലും അവിടെ വെച്ച് തന്നെ കൊല്ലണം എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് എന്ന് വിടുവായുത്തം പറഞ്ഞു നടക്കുന്ന നമ്മുടെ ആരിഫ് ഹുസൈൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഇനി നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നത് ഈ വള്ളി ട്രൗസറുകാരായിരിക്കും. കാരണം അവർക്ക് നിലനിൽപ്പ് വേണ്ടേ? നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവരും കരുതിയിരുന്നോ, ഇനി അടുത്ത അഥവാ നിമിഷപ്രിയ കേരളത്തിന്റെ മണ്ണിൽ വന്നാൽ അടുത്ത സംഖ്യകളുടെ വിഷയം എന്ന് പറയുന്നത് കാന്തപുരത്തിന്റെ ഹൂതികളുമായുള്ള ബന്ധം അന്വേഷിക്കണം. ഇതാവും. നമുക്ക് കാണാം.